ಅಶ್ರಫ್ ಎಂಬ ನಾನು ಶಾಸನಸಭೆಯ ಒಬ್ಬ ಸದಸ್ಯನಾಗಿ ಚುನಾಯಿಸಲ್ಪಟ್ಟಿರುವುದರಿಂದ ಕಾನೂನು ಪ್ರಕಾರ ಜಾರಿಗೆ ಬಂದ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ನಿಜವಾದ ನಂಬಿಕೆ ಹಾಗೂ ನಿಷ್ಠೆಯನ್ನು ಹೊಂದಿರುವೆನೆಂದು ಭಾರತದ ಪರಮಾಧಿಕಾರ ಹಾಗೂ ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುವೆನೆಂದು ನಾನು ವಹಿಸುವ ಕರ್ತವ್ಯವನ್ನು ವಿಶ್ವಾಸದಿಂದ ನಿರ್ವಹಿಸುವೆನೆಂದು അല്ലാഹുവിന്റെ ಹೆಸರಿನಲ್ಲಿ സത്യപ്രതിജ്ഞ ಮಾಡುತ್ತೇನೆ. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലം. ജയവും തോൽവിയും തീരുമാനിക്കുന്നത് വെറും വിരലിലെണ്ണാവുന്ന വോട്ടുകൊണ്ട് മാത്രം. അതാണ് മഞ്ചേശ്വരം. 2016 89 വോട്ടുകൾക്ക് കൈവിട്ടുപോയ മണ്ഡലം. 2021 245 വോട്ടുകൾക്ക് UDF കാത്തു സൂക്ഷിച്ചു. മഞ്ചേശ്വരത്തെ നിലവിലെ MLA ശ്രീ AK അഷ്റഫ് 2026 ജനവിധി തേടുമ്പോൾ ചരിത്രം ആവർത്തിക്കുമോ, അതോ മഞ്ചേശ്വരത്തിൻ്റെ മനസ്സ് മാറുമോ? അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം, രാഷ്ട്രീയ വഴികൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു സമഗ്ര വിശകലനം നടത്താം. മഞ്ചേശ്വരത്ത് AK അഷ്റഫ് ഒരു പാരഷൂട്ട് സ്ഥാനാർത്ഥിയായിരുന്നില്ല. മണ്ണിൽ പണിയെടുത്ത് വളർന്ന നേതാവാണ് അദ്ദേഹം. MSFിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി യൂത്ത് ലീഗിലൂടെ വളർന്നു. ഏറ്റവും നിർണായകമായത് അദ്ദേഹത്തിൻ്റെ തദ്ദേശ ഭരണ പരിചയമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് 2021 അദ്ദേഹത്തിന് നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് നൽകിയത്. മഞ്ചേശ്വരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ജില്ലാ പഞ്ചായത്ത് മെമ്പറായും പ്രവർത്തിച്ച പരിചയം മണ്ഡലത്തിലെ ഓരോ മുക്കും മൂലയും അദ്ദേഹത്തിന് സുപരിചിതമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഗ്രാസ് റൂട്ട് കണക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഒരു കാരണവശാലും ഇന്ത്യയുടെ ഗതാഗത മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ 60 കിലോമീറ്ററിനിടയിൽ ഒരു ടോൾ നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാ പിന്തുണയും ഇവിടെ സൂചിപ്പിച്ച പോലെ കോടതി വിധി വരാനിരിക്കുന്നു. അതിനുശേഷം അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും ആവർത്തിച്ചതുപോലെ ഞങ്ങൾ തടയും, ഞങ്ങൾ കടത്തിവിടൂല. നിങ്ങൾ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ചരിത്രമൊന്ന് പരിശോധിക്കാം. PB അബ്ദുൾ റസാഖിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന 2019 ഉപതെരഞ്ഞെടുപ്പിൽ MC കമറുദ്ദീൻ ജയിച്ചെങ്കിലും 2021 കളി മാറി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നേരിട്ട് കളത്തിലിറങ്ങി. മഞ്ചേശ്വരത്തെ തിരിച്ചുപിടിക്കാൻ BJP സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചപ്പോൾ വെറും 745 വോട്ടുകൾക്കാണ് അഷ്റഫ് മണ്ഡലം കാത്തത്. CPMൻ്റെ വോട്ടുകൾ കുറഞ്ഞതും BJPക്ക് അനുകൂലമായി ചില അടിയൊഴുക്കുകൾ നടന്നതും അന്ന് ചർച്ചയായിരുന്നു. ഇത്രയും കടുപ്പേറിയ മത്സരത്തെ അതിജീവിച്ച ആത്മവിശ്വാസം 2026 അദ്ദേഹത്തിന് തുണയാകുമോ? എവിടെ വിളിച്ചാലും ഏത് സമയത്ത് എത്താൻ അയാൾ ഒരു ഇതാണ്. അതിന് പറ്റിയ ഒരാളാണ് അയാൾ. എനിക്ക് പറ്റിയുള്ളൊരു MLA ആണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ കാര്യത്തിലും എത്ര രാത്രിയിൽ വിളിച്ചാലും അദ്ദേഹം അപ്പം പറഞ്ഞെത്തും. നാട്ടിലേക്ക് നല്ല നല്ല വികസനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നിയമസഭയിലെത്തിയ ശേഷം അഷ്റഫ് നടത്തിയ ചില ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. കോവിഡ് കാലത്ത് കർണാടക അതിർത്തി അടച്ചപ്പോൾ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിർത്തിയിൽ അദ്ദേഹം നടത്തിയ സമരം വലിയ വാർത്തയായിരുന്നു. ഇത് മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് സ്വീകാര്യത നൽകി. മലയാളത്തിന് പുറമെ കന്നഡയിലും തുളുവിലും നിയമസഭയിൽ സംസാരിച്ച് മഞ്ചേശ്വരത്തിൻ്റെ തനിമ അദ്ദേഹം സഭയിലെത്തിച്ചു. കന്നഡ മീഡിയം സ്കൂളുകളിലെ അധ്യാപക നിയമന വിഷയത്തിലും അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി. മഞ്ചേശ്വരം ഹാർബർ, കാസർഗോഡ് മെഡിക്കൽ കോളേജ്, AIMS തുടങ്ങിയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മഞ്ചേശ്വരത്തിന് മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. മഞ്ചേശ്വരം, മംഗൽപ്പാടി, കുമ്പള പഞ്ചായത്തുകളിൽ UDFന് വ്യക്തമായ മേൽക്കൈയുണ്ട്. ലീഗിൻ്റെ കോട്ടകളാണിവ. എന്നാൽ എൻമകജ്, പൈവളിക, മീഞ്ച തുടങ്ങിയ പഞ്ചായത്തുകളിൽ BJPക്ക് ശക്തമായ വേരോട്ടമുണ്ട്. വോർക്കാടി പോലെയുള്ള സ്ഥലങ്ങളിൽ CPMന് സ്വാധീനമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ നിയമസഭയിലേക്ക് വരുമ്പോൾ എപ്പോഴും കൺസൾട്ടേറ്റ് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് വോട്ട് ചോരാതെ നോക്കുക എന്നത് അഷ്റഫിന് വലിയ വെല്ലുവിളിയാണ്. ഉപസംഹരിക്കുമ്പോൾ 2026 AK അഷ്റഫിൻ്റെ വിജയസാധ്യത
പോസിറ്റീവായി തന്നെയാണ് നിൽക്കുന്നത്. അതിന് കാരണങ്ങൾ ഇവയാണ്: 1. ജനകീയനായ MLA എന്ന ഇമേജ്. 2. ഭാഷാന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞത്. 3. ശക്തമായ സംഘടനാ സംവിധാനം. എന്നാൽ BJP തങ്ങളുടെ വോട്ട് ബാങ്ക് 35% തൊട്ട് 40% മുകളിലേക്ക് ഉയർത്തുകയോ LDF വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാവുകയോ ചെയ്താൽ മഞ്ചേശ്വരം വീണ്ടും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകും. നിലവിലെ സാഹചര്യത്തിൽ അഷ്റഫിന് മുൻതൂക്കമുണ്ടെങ്കിലും അമിത ആത്മവിശ്വാസം അപകടമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? AK അഷ്റഫിന് വിജയസാധ്യത എത്രത്തോളം ഉണ്ടാകും? മഞ്ചേശ്വരത്തെ AK അഷ്റഫിൻ്റെ ഭരണത്തിൽ ജനങ്ങൾ തൃപ്തരാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.